നമ്മൾ അദ്ദേഹത്തെ ഒരു കേന്ദ്രമന്ത്രിയായിട്ടല്ല സിനിമയിൽ എടുത്തിരിക്കുന്നത്, ഒരു ആർട്ടിസ്റ്റ് സുരേഷ് ഗോപി അല്ലെങ്കിൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്നുള്ള ആ മാർക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ. അതിനുള്ള ശമ്പളം കൃത്യമായിട്ട് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വിളിച്ച സമയം നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. ഈ സിനിമയായിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം അദ്ദേഹം, കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയാണ്. ഇപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഓരോ പ്രൊമോഷനിലും വന്നിട്ട് ഇത് എൻ്റെ ശബ്ദമല്ല, എൻ്റെ സിനിമയല്ല, ഇത് ജാനകിയുടെ സിനിമയാണ്, വോയിസ് ഓഫ് ജാനകി എന്ന എല്ലാ പ്രൊമോഷൻ കാര്യങ്ങളും സുരേഷ് ഏട്ടൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിനു മുകളിൽ അല്ല, അത് അറിയുന്നുണ്ട്, അത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണിത്. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അത്ര നല്ലൊരു കഥാപാത്രമാണ്, വളരെ ഇതായിട്ടുള്ള. പക്ഷെ അദ്ദേഹത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് മന്ത്രി ഉള്ളത്. അത് അവർക്ക് ഫെഫ്കയുടെ സൈഡിൽ നിന്നും അതിനെപ്പറ്റി നമുക്കറിയില്ല. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല.